ഇന്ന് പലരും ഭയങ്കര ചായപ്രേമികളാണല്ലേ. എല്ലാവർക്കും ഓരോ ചായ കിട്ടണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ ചായക്ക് പകരം കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് എന്തൊക്കെയാണ്? ചായക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ടീ കുടിക്കാം. അതായത് പാൽ ചായ, പാൽ കാപ്പി. ഇത് മധുരം ഉപയോഗിച്ചിട്ട് കുടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിന് പകരമായിട്ട് ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി ഇത് കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതായത് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസിന് നല്ലതാണ്. ഫാറ്റ് ലിവർ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലോസിന് നല്ലതാണ്. അതിന് പകരമായിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ യൂസ് ചെയ്യാം. അതെല്ലാം വെറും വയറ്റിൽ കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഒരു മിഡ് ടൈം ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചത്തെ ഫുഡിൻ്റെയും ഇടയിൽ കഴിക്കുന്നതായിരിക്കും വയറിനും കൂടെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഗ്രീൻ ടീ തന്നെ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറുകൾ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതിലുണ്ടാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം ലിവറിൽ ഒരുപാട് ടോക്സിൻസ് എത്തുന്നുണ്ട് ഡെയിലി. അപ്പോൾ ആ ടോക്സിൻസിനൊക്കെ നിർവീര്യമാക്കുക എന്നുള്ളത് ലിവറിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ഒന്നും കൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്ക്സാണ് നമ്മൾ പറയുന്നത്. ഹെർബൽ പ്രൊഡക്റ്റുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീകളാണ്. നമ്മൾ മിൽക്ക് തിസിൽ ടീ എന്ന് പറയും. അതൊരു ചായപ്പൊടി പോലെ തന്നെ ഒരു പാക്കാണ്. ഒരു ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ ഈ മിൽക്ക് തിസിൽ ടീ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കാം. അതേപോലെ തന്നെ ഡാൻജലിയോൺ റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണത്. അതിൻ്റെ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ടീ പൗഡർ ഉണ്ടാക്കുന്നത്. ആ ടീ പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കുടിക്കാം. ഇതൊക്കെ ഈ ലിവറിൽ നിന്ന് കൂടുതലായിട്ട് ടോക്സിൻസ് പുറത്ത് കളയാൻ സഹായിക്കുന്ന 2 ഡ്രിങ്ക്സുകളാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒന്നാണ് നാരങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടീസ്പൂൺ നാരങ്ങ ഇതെടുത്തിട്ട് നമുക്കൊരു വാം വാട്ടറിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അര കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതും ചേർക്കാം. ഇതൊരു ഡ്രിങ്കായിട്ട് നമുക്ക് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ലിവറിൽ കൊഴുപ്പ് കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ചീത്ത കൊഴുപ്പിനെ അലിയിക്കാനും ഈ ടോക്സിൻസിനൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്ന ഈ ഒന്നാണ് വിറ്റാമിൻ സി കണ്ടൻറ്റുള്ള നാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി, അതിന് കറുവാപ്പട്ട പോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾ, കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റുള്ള മഞ്ഞൾ, പച്ചമഞ്ഞൾ നമുക്ക് സൂപ്പിലൊക്കെ യൂസ് ചെയ്യാം. സൂപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സൂപ്പിലൊരു നുള്ള ഉപയോഗിക്കാം. അല്ലെങ്കിൽ കറിയിലും ഭക്ഷണത്തിലൊക്കെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഡെയിലി ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഡ്രിങ്ക് ഉപയോഗിക്കാം. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു ഡെയിലി ഒരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. അപ്പോൾ ഇത്തരം ലിവറിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ലിവറിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രിങ്ക്സാണ് നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാപ്പി കുടിക്കാം, ചായ കുടിക്കാം. പക്ഷേ അതൊക്കെ കട്ടൻ കാപ്പി ആയിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കാം. മധുരം ഉപയോഗിക്കാതെ കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ചായ കുടിക്കാതിരിക്കുക. ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചായ ഓരോ അരമണിക്കൂറിലും കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ മിതമായിട്ടുള്ള രീതിയിൽ 1-2 കാപ്പി കുടിക്കുന്നതിലോ ചായ കുടിക്കുന്നതിലൊന്നും തെറ്റില്ല. അതൊക്കെ ലിവറിൽ കൊഴുപ്പ് കുറയാൻ സഹായിക്കുന്ന ഡ്രിങ്കുകളാണ്. അതുപോലെ ഈ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് നിർദ്ദേശിക്കാവുന്ന നല്ലൊരു പ്രഭാത ഭക്ഷണം രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് ഓട്ട് മീൽ. നമ്മൾ ഓട്സിൽ നമുക്ക് ചില ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കട്ട് ചെയ്തിടുക. അങ്ങനെ ഓട്സിൻ്റെ ഒരു വിഭവം രാവിലെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനോടൊപ്പം നമുക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കാം. അതിനോടൊപ്പം നമുക്കൊരു എഗ്ഗ് വേണമെങ്കിൽ ഒരു മുട്ട 1-2 മുട്ടയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു ഇടനേരങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിച്ചു വരുന്നത് ഇടനേരങ്ങളിലാണ്. ആ സമയത്തുള്ള നമ്മളെ ഭക്ഷണങ്ങൾ, പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് നട്ട്സുകളാണ്. നമ്മളൊരു 1-2 ബദാം, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ വാൾനട്ട് പോലെയുള്ള നട്ട്സുകൾ ഇടനേരങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സൂപ്പ് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ്റെ ഒക്കെ സൂപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് ബ്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ
ഗ്രെയിൻ ഹോൾ ഗ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡുകൾ, പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ ഒക്കെ ബ്രെഡ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് ഇടനേരങ്ങളിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും. അതിൽ മുട്ട ചേർക്കാം, ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. വിറ്റാമിൻ സി കണ്ടൻ്റുള്ള ക്യാപ്സിക്കം പോലെയുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സാൻഡ്വിച്ച് ആക്കി കഴിക്കാം. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചോറ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 1/4 പോർഷൻ മാത്രം ചോറ് എടുക്കുക. ബാക്കിയുള്ളത് കൂടുതലായിട്ട് പച്ചക്കറികൾ, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, ചിക്കൻ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, പിന്നെ അതിനോടൊപ്പം ഫൈബർ കണ്ടൻ്റ് ഉള്ള ഇലക്കറികൾ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞതിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒന്നാണ് റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കേണ്ട കാര്യമാണ്. അതായത് ബീഫ്, പോർക്ക്, മട്ടൺ ഇതേപോലെയുള്ള റെഡ് മീറ്റ് ഐറ്റംസ് നമുക്ക് ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സാലഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഫിഷ് ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ്. അതുപോലെ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇടയ്ക്കൊന്ന് സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പാല്, മുട്ട ഇതിലൊക്കെയാണ് പിന്നെ അറ്റ്ലീസ്റ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ വൈറ്റമിൻ ഇൻ്റെ അളവ് നന്നായിട്ട് ബോഡിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് കൂടുതലായിട്ടുള്ളതാണ് സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, അതായത് വിത്തുകൾ. ഏതൊരു പ്ലാന്റിൻ്റെയും വിത്തുകളിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഈ സ്നാക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതും കൂടെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സ്നാക്കിംഗ് എന്ന് പറയുന്നത്. ഈ സ്നാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, പാക്കറ്റുകൾ വാങ്ങിക്കുക, വെറുതെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് സ്നാക്കിംഗ്. അത് ഒരു അസുഖമായിട്ട് ഇന്ന് ആൾക്കാരിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലിവറുള്ള പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് വളരെ കോമൺ ആണ്. ഈ സ്നാക്കിങ്ങിനൊക്കെ പറ്റിയ സാധനങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നട്ട്സ്, അല്ലെങ്കിൽ സാൻഡ്വിച്ചസ്, അല്ലെങ്കിൽ റാപ്പുകൾ ഉണ്ടാക്കാം. നമുക്ക് ഹോൾ ഗ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നന്നായിട്ട് വെജീസ് ആഡ് ചെയ്തിട്ട് ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു റോൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി പോലുള്ള ഡ്രിങ്ക്സ് കുടിക്കുക എന്നുള്ളത്. അതും ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവുക. ഈ രാത്രി വൈകിട്ടുള്ള ഭക്ഷണ രീതി ഇതിനെ ബാധിക്കുമോ? ഏത് സമയമാണ് ഈ രാത്രി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നന്നായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു ഫാറ്റി ലിവർ ഫാമിലി വരികയാണെങ്കിൽ പലപ്പോഴും പറയുന്ന ഒന്നാണ് കിച്ചൺ ക്ലോസ് ചെയ്യാൻ നേരത്തെ. അതായത് ഒരു 7:30, 8 മണി, 8:30 ആ സമയത്തേക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഈ കിച്ചൺ വൈകി അടക്കുമ്പോൾ എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കലും വൈകും. നമ്മൾ ഹെവി ഫുഡാണ് രാത്രി കഴിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഉച്ചയ്ക്കൊന്നും ആരും ഭക്ഷണം കഴിക്കില്ല, അതിന് പകരം രാത്രി ഒന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയാറുള്ളത് കിച്ചൺ ഒരു 8-8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ ആ സമയത്തിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്ന് തന്നെ പറയാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. രാത്രി നമ്മളൊരു 12 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാറ്റി ലിവർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ആ സമയത്താണ് ലിവറിൻ്റെ പണി കൂടുതലായിട്ടുള്ളത്. കാരണം ഒരു 3 മണി 4 മണിക്കൊക്കെ ലിവർ കൂടുതലായിട്ട് ടോക്സിൻസിനൊക്കെ പുറത്ത് കളയുന്ന ഒരു സമയമാണ്. ആ സമയം നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ലിവറിന് വേറെ പണിയെടുക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനൊക്കെ ദഹിപ്പിക്കാനുള്ളൊരു സമയമേ ലിവറിന് ഉണ്ടാവുകയുള്ളൂ. അല്ല ടോക്സിൻസിനെ കളയാനോ അല്ലെങ്കിൽ ഉള്ള കൊഴുപ്പിനെ കളയാനൊന്നും ലിവറിന് പണിയെടുക്കാൻ സമയമില്ല. ആ സമയത്ത് ലിവറിന് വർക്ക് ലോഡ് കൂടും നമ്മൾ ഈ ഹെവി ഫുഡ് കഴിച്ചാൽ. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി നമ്മളൊരു 10-12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ലിവറിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ചീത്ത കൊഴുപ്പിനെ കളയാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ഉള്ള ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് ചെയ്യാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിയാത്ത ആളുകൾക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറയാറുണ്ട്. ചില ഷുഗറുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇത്രയും സമയം ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ രോഗികളോട് നമ്മൾ കുറച്ച് നേരത്തെ 7-7:30 ഭക്ഷണം കഴിച്ച് രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറയും. ഒരു 7:30 രാവിലെ ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ വല്ലാതെ അവർ പട്ടിണിക്ക് കിടക്കേണ്ടി വരില്ല. പക്ഷേ ഈ ലിവറിൻ്റെ ഹെൽത്തിനെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഭക്ഷണരീതി, രാത്രിയിലെ ഭക്ഷണരീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ എന്നല്ല പല രോഗങ്ങളും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു 30 ദിവസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ?
തീർച്ചയായും പറ്റും. നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുക. അത് ബെറ്റർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ നോക്കി നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളും കൂടെ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഒരു 30 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഫാറ്റ് ലിവറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അത് മാത്രം തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നുമല്ല. വെയിറ്റ് റിഡക്ഷൻ, ഫാറ്റ് ലിവർ കുറയണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ വേണം. അപ്പോൾ എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം? നമ്മുടെ വെയിറ്റിൻ്റെ ബോഡി വെയിറ്റിൻ്റെ ഒരു 10% വെയിറ്റ് കുറയ്ക്കുകയാണ് വേണ്ടത്. എക്സാമ്പിളായിട്ടൊരു 70 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 7 കിലോ കുറയ്ക്കുക. അത് സാവധാനം കുറച്ചാൽ മതി. ഒരു 3 മാസമോ 2 മാസമോ എടുത്തിട്ട് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഡയറ്റ് കാര്യങ്ങൾ ചെയ്യാം, എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇതൊക്കെ തന്നെയാണ് അതിൽ ചെയ്യേണ്ടത്. അങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് 1 അതുപോലെ തന്നെ ഗ്രേഡ് 2ക്ക് ഒരു കിടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പരിധി വരെയുള്ള ഫാറ്റ് ലിവർ നമുക്കത് മരുന്നുകളില്ലാതെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റസുഖങ്ങൾ ഡയബറ്റിക് അല്ലെങ്കിൽ കാർഡിയാക്ക് അസുഖങ്ങൾ ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസോ കാര്യങ്ങളോ അതിന് സപ്പോർട്ടീവായിട്ട് കഴിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ തന്നെയും നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഡൗട്ടാണ് എക്സസൈസ് എങ്ങനെ വേണം എന്നുള്ളത്. ഓടണോ, ജിമ്മിൽ പോകണോ എന്നുള്ളതും വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. നമുക്ക് ദ്രുതഗതിയിലുള്ള നടത്തം, റിതമിക്കായിട്ടുള്ള ഒരു വാക്കിംഗ് തന്നെയാണ് ഫാറ്റ് ലിവറിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നല്ലത്. കാരണം ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ കിടന്ന് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ മുട്ടിനെ കാലിൻ്റെ മസിൽസിനൊക്കെ വളരെയധികം ബാധിക്കാറുണ്ട്. പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ് ഫാറ്റ് ലിവറിന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടം തുടങ്ങുന്നത്. അപ്പോൾ അത് പലപ്പോഴും മറ്റസുഖങ്ങളിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്, ദ്രുതഗതിയിലുള്ള നടത്തം, എന്നാൽ നമ്മുടെ ബോഡി വിയർക്കുന്ന രീതിയിലുള്ള ഒരു 10 മുതൽ 20 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെയുള്ള നടത്തമാണ്, റിതമിക്കായിട്ടുള്ളൊരു സ്പീഡോട് കൂടിയിട്ടുള്ള നടത്താണ് ഫാറ്റ് ലിവറുള്ള രോഗികൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ വെയിറ്റ് റിഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 75-80 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഉള്ളിൽ എത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡോക്ടറെ, ഉച്ചയുറക്കാണ്. അതെ അതെ, പല ആളുകൾക്കും അല്ലെങ്കിൽ പല സ്ത്രീകൾക്കുള്ള ഒരു പ്രധാന പരിപാടി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ഒക്കെ ഭാഗം ഇരുത്ത് തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊരു നാപ്പ് എടുത്തോട്ടെ, അങ്ങനെ പറയാം, ഒരു നാപ്പ് എടുത്തോട്ടെ എന്ന്. അത് മണിക്കൂറുകളോളം ഉറങ്ങുന്നത് വളരെ ഡേഞ്ചറാണ്. കാരണം 2-3 മണിക്കൂറൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ സമയത്ത് നമ്മൾ ലിവറിൻ്റെ സ്ട്രെസ്സ് കൂടും, ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മര്യാദക്ക് നടക്കില്ല. ആ സമയമാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ളൊക്കെ ചാൻസ് കൂടുതൽ. അതിന് പകരം ചെറുതായിട്ടൊരു ഇതേപോലെ നാപ്പ് എടുക്കുകയാണ്, ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് 2-3 മണിക്കൂർ ഉച്ചയുറക്കമുള്ള സ്ത്രീകളിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ രാത്രി നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രി വൈകി ഉറങ്ങുന്നവരിൽ ഒരു 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമൊക്കെ സ്ഥിരമായിട്ട് നേരത്തെ ഉറങ്ങുന്ന ആളുകളിലും ഈ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം ആളുകൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു 10-10:30 ആവുമ്പോൾ പരമാവധി കിടക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കം വളരെയധികം ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള യോഗ പോലെയുള്ള എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ, യാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളായിക്കോട്ടെ, അത് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹോബീസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ. അതൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ അത് പ്രധാനം തന്നെയാണ്. അതിനോടൊപ്പം ഈ കാര്യങ്ങളും ഉറക്കം, സ്ട്രെസ്സൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരം രോഗാവസ്ഥകൾ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗ്രേഡ് 1 നിന്ന് മാറിയിട്ട് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 സിറോസിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. മരുന്നുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മരുന്നുകൾക്ക് അപ്പുറം നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ലക്ഷണങ്ങളും ശരീരം കാണിച്ചു തരും. ലിവറിൻ്റെ ഒരു അപകടാവസ്ഥയിൽ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ശരീരം കാണിച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്.